സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമല ഗോവിന്ദ് എഴുതിയ നോവൽ അദീന. അവതരണം സിന്ധു അശോക്. ആരുഷി ഒരിക്കലും ചെമ്പൂർ കൊട്ടാരത്തിലേക്ക് മടങ്ങി വരരുത്. കൊട്ടാരത്തിന്റെ കിരീടം ആ പ്രാന്തു പിടിച്ച തലയ്ക്ക് അലങ്കാരമാകരുത്. എന്റെ തമ്പുരാൻ തീപ്പെട്ടതോടെ അധികാരം കൈക്കലാക്കിയതാണ് ഗിരി. അമ്മ മണ്ടിയായതുകൊണ്ടല്ലേ അത്? അധികാരം വിട്ടുകൊടുക്കരുതായിരുന്നു, അശ്വതി കുറ്റപ്പെടുത്തി. അന്ന് ഞാൻ എത്ര ചെറുപ്പമായിരുന്നു മോളെ. ആ പ്രായത്തിൽ എൻ്റെ തമ്പുരാൻ പോയപ്പോൾ ജീവൻ പോലും ഇല്ലാതായ അവസ്ഥയായിരുന്നു എനിക്ക്. അതിനിടയിൽ കോവിലവും കിരീടവും ഒക്കെ വട്ടപൂജ്യമായി തോന്നി. നെടുവീർപ്പോടെയാണ് പാർവതി അത് പറഞ്ഞത്. പിന്നെ എല്ലാം വേണമെന്ന് തോന്നിയപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. എല്ലാം ഗിരിധരന്റെ നിയന്ത്രണത്തിലായി. ഇളിയച്ചന്റെ ആ കൈയടക്കവും ഗർവും മാറ്റണം. നമ്മളത് മാറ്റും. നമ്മളെ കാണുമ്പോൾ സ്നേഹവും ആദരവും അഭിനയിച്ച് കാട്ടുന്നുണ്ട്. പക്ഷേ സ്ഥാനവും കിരീടവും കയ്യിലുള്ളതിൻ്റെ അഹന്ത നല്ലോണമുണ്ട്. എല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും മോളെ. ഗിരിധരന്റെ പിൻഗാമിയായി ഒരിക്കലും ആരുഷി വരില്ല. വരാൻ നമ്മൾ സമ്മതിക്കില്ല. പകരം നമ്മുടെ ജിത്തു വരും. അധികാരം അവൻ ഏറ്റെടുക്കും. ഉറച്ച സ്വരമായിരുന്നു പാർവതി തമ്പുരാട്ടിക്ക്. എൻ്റെ ജിത്തു ചെമ്പൂർ കോവിലകം കൈയെടുക്കുക, അതുമാത്രമാണമ്മേ എൻ്റെ സ്വപ്നം. നമ്മുടെ കണ്ണീരും പ്രാർത്ഥനയും ശ്രീദുർഗ അറിയുന്നുണ്ട് മോളെ. അമ്മ എല്ലാം നമുക്ക് നടത്തിത്തരും. കാരണം ന്യായം നമ്മുടെ ഭാഗത്താണ്. ചെമ്പൂർ കൊട്ടാരം നമുക്ക് അവകാശപ്പെട്ടതാണ്. ശരിയാണമ്മേ. ഹോസ്പിറ്റലിലെ വിസിറ്റിംഗ് ഹാളിലേക്ക് തിരിച്ചു വന്ന് ഇരിക്കുമ്പോൾ അശ്വതി ദൃഢസ്വരത്തിൽ തന്നെ പറഞ്ഞു. രാജരാജേശ്വരി തമ്പുരാട്ടിയും അദീനയും അപ്പോഴും ഡോക്ടർ ലിസി പോളിന്റെ ഡ്യൂട്ടി റൂമിലായിരുന്നു. ആരുഷി തന്നെ പ്രസവിച്ച അൽക്കയുടെ ഇരട്ട സഹോദരിയാണ് അദീനയെന്ന് രാജരാജേശ്വരി പറഞ്ഞപ്പോൾ ഡോക്ടർ വൈശാഖനും ലിസി പോളും വല്ലാതെ അമ്പരന്നു പോയിരുന്നു. താങ്ക്സ് ഗോഡ്. ഡോക്ടർ വൈശാഖൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അദീനയെ അടുത്തു വിളിച്ചു. ആരുഷിയെക്കുറിച്ചും അവളുടെ രോഗാവസ്ഥയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം അദീനയെ വിവരിച്ചു കേൾപ്പിച്ചു. കുട്ടിയുടെ അമ്മയെ രക്ഷിച്ചെടുക്കണ്ടേ? അദ്ദേഹം ചോദിച്ചു. വേണം, അദീന പറഞ്ഞു. അവളെ ഒരുപാട് സ്നേഹിച്ച ഭാനു എന്ന പഴയ അമ്മയെ പെട്ടെന്ന് അവൾ ഓർത്തു. മരണം കൈനീട്ടിയെടുത്തപ്പോഴും ആ കൈ തട്ടിമാറ്റാൻ കിടപ്പാടം പോലും രമണൻ എന്ന അച്ഛൻ പണയപ്പെടുത്തി. ഇവിടെ പണത്തിനു വേണ്ടി കിടപ്പാടം വിൽക്കേണ്ടതില്ല. പണം എമ്പാടുമുണ്ട്. എങ്ങനെയും തനിക്ക് തൻ്റെ ഈ അമ്മയെ സുബോധത്തോടെ തിരികെ കിട്ടണം. എങ്കിൽ ഞങ്ങൾ നിർദ്ദേശിക്കുന്നതൊക്കെ മോൾ അനുസരിക്കണം. കേട്ടല്ലോ? ഡോക്ടർ വൈശാഖൻ വീണ്ടും പറഞ്ഞു. അനുസരിക്കാം, അദീന സമ്മതിച്ചു. അമ്മയ്ക്ക് വേണ്ടത് മോളുടെ സാമീപ്യമാണ്, സ്നേഹമാണ്. മോളത് അമ്മയ്ക്ക് വേണ്ടുവോളം നൽകണം. അദീന ഭാനുവിനെ വീണ്ടും ഓർത്തു. ആ അമ്മയെ കെട്ടിപ്പിടിച്ചതും കവളിൽ ഉമ്മ വെച്ചതും ഓർത്തു. തീർത്തും വയ്യാതായപ്പോൾ അച്ഛൻ അമ്മയെ ശുശ്രൂഷിച്ചതോർത്തു. കുളിക്കാൻ വെള്ളം ചൂടാക്കി ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. കുളിപ്പിച്ചു. വസ്ത്രങ്ങൾ കഴുകി ഇസ്തിരിയിട്ടു കൊടുത്തു. ആഹാരമുണ്ടാക്കി പ്ലേറ്റിൽ വിളമ്പി അമ്മയെ നിർബന്ധിച്ചു കഴിപ്പിച്ചു. അച്ഛനൊപ്പം എല്ലായ്പ്പോഴും കൂടെ നിന്ന് സഹായിച്ചത് താനാണ്. അതുപോലെയൊക്കെ ചെയ്താൽ ഈ അമ്മയ്ക്കും ആശ്വാസം കിട്ടില്ലേ? ഞാൻ അമ്മയെ ഒരുപാട് സ്നേഹിച്ചോളാം ഡോക്ടർ. ഗുഡ്. പുഞ്ചിരിയോടെ ഡോക്ടർ വൈശാഖൻ അവളുടെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. മോൾ മരിച്ചിട്ടില്ല, ജീവനോടെ അരികിലുണ്ടെന്ന് അമ്മയുടെ ബോധമനസ്സ് തിരിച്ചറിയണം. അതാണ് വേണ്ടത്. അദീന തലയാട്ടി. അപ്പോഴാണ് ഡോക്ടർ ലിസി പോളിന്റെ ടേബിളിലിരുന്ന് ഇന്റർകോം ബെല്ലടിച്ചത്. അവർ അത് അറ്റൻഡ് ചെയ്തു. വാട്ട്? ലിസി പോൾ പെട്ടെന്ന് ചാടി എണീറ്റു. റിസീവർ വച്ചിട്ട് പരിഭ്രാന്തിയോടെ അവർ പറഞ്ഞു. സർ, ആരുഷി പെട്ടെന്ന് വയലന്റ് ആയെന്ന്. ഗീതുവാണ് വിളിച്ചത്. ഡോക്ടർ വൈശാഖനും അമ്പരന്നു. വരൂ. ഡോക്ടർ നടന്നു കഴിഞ്ഞു. ഡോക്ടർ ലിസി പോളും പിന്നാലെ പാഞ്ഞു. എൻ്റെ മോളെ. രാജരാജേശ്വരി അദീനയുടെ കൈ പിടിച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ പാഞ്ഞു. റൂമിൽ ആകെ ഭീതിയോടെ നിൽക്കുകയായിരുന്നു ഗീതു. അവൾ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് വൈശാഖനും ലിസി പോളും നോക്കി. ആരുഷി ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്നു. വല്ലാതെ പകച്ച നിൽപ്പ്. അവളുടെ മിഴികൾ തുറന്നിരിക്കുന്നു. മുഖത്ത് ചുവപ്പ് പടർന്നിരിക്കുന്നു. ആരുഷി, അതീവ സ്നേഹത്തോടെ ഡോക്ടർ വൈശാഖൻ വിളിച്ചു. എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? ഇങ്ങു വരൂ. അവൾ അതേപടി നിന്നതേയുള്ളൂ. മോളെ. രാജരാജേശ്വരി നെഞ്ചിടറി വിളിച്ചു. ആരുഷി വിളി കേട്ടില്ല. അദീന അവളുടെ അമ്മയെ ആദ്യമായി കണ്ടു. വിടർന്ന മിഴികളോടെ അവൾ നോക്കി. ഇളം പച്ച നിറത്തിലുള്ള ഹോസ്പിറ്റൽ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. കാതിലോ കഴുത്തിലോ പൊന്നിന്റെ തരി പോലുമില്ല.
എന്നിട്ട് എന്തൊരു ഭംഗി, തൻ്റെ ഭാനു അമ്മയേക്കാൾ സുന്ദരി. അമ്മയെ തന്നെ നോക്കി നിൽക്കുന്ന അധീനയെ ഡോക്ടർ വൈശാഖൻ പിടിച്ച് ആരുഷിയുടെ മുമ്പിലേക്ക് നീക്കി നിർത്തി. ആരുഷി, ഇതാ നിന്റെ അൽക്കമോൾ, ഇവളെ നീ എടുത്തോ. ആരുഷി അതേപടി നോക്കി നിന്നതേയുള്ളൂ. അവളുടെ കൃഷ്ണമണികൾ പോലും ചലിച്ചില്ല. ചെല്ല് മോളെ, അമ്മയുടെ അടുത്തേക്ക് ചെല്ല്, ഡോക്ടർ അധീനയോട് പറഞ്ഞു. അവൾ മെല്ലെ ആരുഷിയുടെ അടുത്തേക്ക് നീങ്ങി. പോടി. അധീന തൊട്ടു മുന്നിലെത്തിയതും സർവശക്തിയെ സംഭരിച്ച് ഒരു തട്ടുകൊടുത്തു ആരുഷി. അധീന മലർന്നടിച്ചു വീണു. അവളുടെ തല തറയിൽ തട്ടി. അമ്മേ, വേദനയോടെ അവൾ നിലവിളിച്ചു. ആരുഷിയുടെ കൃഷ്ണമണികൾ ഒന്ന് വെട്ടി. മോളെ. അധീന തറയിൽ തലയടിച്ചു വീണത് കണ്ടപ്പോൾ ഉള്ളിലുള്ള സകല അകൽച്ചയും മറന്ന് രാജരാജേശ്വരി നിലവിളിച്ചു. അവർ ഓടിച്ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഒരു നിമിഷം പകച്ചുപോയ ഡോക്ടർ വൈശാഖനും ലിസി പോളും കർത്തവ്യനിരതരായി. അധീനതയുടെ തല അവർ സൂക്ഷ്മമായി പരിശോധിച്ചു. ഇല്ല, പൊട്ടിയിട്ടില്ല, ചെറുതായി മുഴിച്ചിട്ടുണ്ട്. നീണ്ട ഇടതൂർന്ന മുടിയിഴകൾ പകഞ്ഞു മാറ്റിയിട്ട് ഡോക്ടർ വൈശാഖൻ മുഴിച്ച ഭാഗം കൈത്തലം കൊണ്ട് അമർത്തി തിരുമ്മി. ഇപ്പോഴെങ്ങനെയുണ്ട് മോളെ? അമ്മയുടെ തലയുടെ ഒരു വശത്ത് നല്ല വേദനയുണ്ടായിരുന്നെങ്കിലും അധീന മെല്ലെ ചിരിച്ചു. സാരമില്ല ഡോക്ടർ, എനിക്ക് വേദനിക്കുന്നില്ല. നേരാണോ മോളെ? ഒട്ടും വേദനയില്ലേ? രാജരാജേശ്വരി അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. ഒട്ടും വേദനയില്ല മുത്തശ്ശി. അതും പറഞ്ഞിട്ട് അധീന ആരുഷി നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. പകച്ച ആ ഭാവവും തുറിച്ച നോട്ടവും ഇപ്പോഴില്ല. എങ്കിലും അധീനയെയോ മറ്റുള്ളവരെയോ അവൾ ശ്രദ്ധിക്കുന്നുമില്ല. ആരുഷി നേരെ പോയി ബെഡിൽ കമിഴ്ന്നു കിടന്നു. ഡോക്ടർമാർ എത്ര ശ്രമിച്ചിട്ടും അവൾ മുഖമുയർത്തുകയോ എഴുന്നേൽക്കുകയോ ചെയ്തില്ല. ഡോക്ടർ ലിസി ഇപ്പോൾ ഗീതുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. ഇവിടെ എന്താ ഉണ്ടായത്? കടുപ്പിച്ചായിരുന്നു ആ ചോദ്യം. ഗീതുവിൻ്റെ മുഖത്ത് നിസ്സഹായത നിഴലിച്ചു. ഇന്ന് രാവിലെയും ആരുഷി ശാന്തയായിരുന്നു. പെട്ടെന്നിങ്ങനെ മാറ്റമുണ്ടാകണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം വേണം. പറ, എന്താ സംഭവിച്ചത്? ലിസി പോളിൻ്റെ ശബ്ദമുയർന്നു. ഇവിടെ ആ തമ്പുരാട്ടിമാർ വന്നിരുന്നു മാഡം, ഗീതു പറഞ്ഞു. ഗീതു ശബ്ദം താഴ്ത്തി പറഞ്ഞു. തമ്പുരാട്ടിമാരോ? പാർവതി തമ്പുരാട്ടിയും അശ്വതിയും കൂടെ വന്നിരുന്ന കാര്യം രാജരാജേശ്വരി അപ്പോഴാണ് ഓർത്തത്. അതെ ഡോക്ടർ, ആരുഷി തമ്പുരാട്ടിയുടെ വലിയമ്മയും മോളും. എന്നിട്ട് ഞാൻ തടഞ്ഞിട്ടും അവർ ആരുഷി തമ്പുരാട്ടിയുടെ അടുത്ത് ചെന്ന് എന്തൊക്കെയോ പറയുകയും കരയുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാ ആരുഷി തമ്പുരാട്ടി ഇങ്ങനെയായത്. എൻ്റെ പെർമിഷൻ ഇല്ലാതെ വിസിറ്റേഴ്സിനെ അകത്ത് കടത്തരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ലിസി ശാസിച്ചു. ഞാൻ കയറ്റിയതല്ല മാഡം. പിന്നെ അവർ വെറും വിസിറ്റേഴ്സുമല്ലല്ലോ, ഒരേ രക്തം തന്നെയല്ലേ. അതിൻ്റെ സ്വാതന്ത്ര്യം അവർ സ്വയം എടുത്തതാ. ഇറസ്പോൺസിബിൾ ഫെലോസ്, ഡോക്ടർ വൈശാഖൻ പിറുപിറുത്തു. ഡോക്ടർ ലിസി പോൾ അത് കേട്ടു. തന്നെ കൂടി ചേർത്താണ് ഡോക്ടർ അത് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി. ഇനി ആദ്യം മുതൽ തുടങ്ങണം, വേണ്ടേ ലിസി? വൈശാഖൻ ചോദിച്ചു. വേണം സാർ, കുറ്റബോധത്തോടെ ലിസി സമ്മതിച്ചു. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയെന്ന് രാജരാജേശ്വരിക്ക് മനസ്സിലായി. എല്ലാം തെറ്റിക്കാനും പാഴാക്കാനും വേണ്ടിയാണ് ജ്യേഷ്ഠത്തിയും അശ്വതിയും ഒപ്പം വന്നിരിക്കുന്നത്. തന്നോടൊപ്പം ഡോക്ടറുടെ ഡ്യൂട്ടി റൂമിലേക്ക് കയറാൻ രണ്ടുപേര് ശ്രമിച്ചതാണ്. അത് അനുവദിച്ചാൽ മതിയായിരുന്നു. ഹതാശിയായി രാജരാജേശ്വരി പുറത്തേക്ക് നടന്നു, ഒപ്പം അധീനയും. ഇരുവരും വരാന്തയിലൂടെ വിസിറ്റിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോൾ പാർവതിയും അശ്വതിയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്താ രാജേശ്വരി വൈകിയത്? ഞങ്ങൾ എത്ര സമയമായി നിന്നെ കാത്തിരിക്കുന്നു? നിഷ്കളങ്കത ഭാവിച്ച പാർവതി ചോദിച്ചു. രാജരാജേശ്വരിയുടെ മുഖത്തെ മങ്ങൽ അശ്വതി ശ്രദ്ധിച്ചു. എന്താ ഇളയമ്മേ, അൽക്കമോളെ ആരുഷി തിരിച്ചറിഞ്ഞില്ലേ? രാജരാജേശ്വരി ഇരുവരെയും മാറി മാറി നോക്കി. ഉള്ളിലുണ്ടായ ക്ഷോഭം അടക്കിപ്പിടിച്ച് അവർ ചോദിച്ചു. ജ്യേഷ്ഠത്തെയും അശ്വതിയും ആരുഷിയെ കാണാൻ റൂമിൽ ചെന്നിരുന്നോ? ഊവ്. റൂമിൽ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായെങ്കിലും അത് ഭാവിക്കാതെ പാർവതി തമ്പുരാട്ടി പറഞ്ഞു. എത്ര നേരമായി ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു? എന്നാൽ പിന്നെ ആരുഷി മോളെ ഒന്ന് കാണാമെന്ന് കരുതി. പാവം ആരുഷി. ആ ഇരിപ്പും നോട്ടവും ഒക്കെ കണ്ടപ്പോൾ നെഞ്ചു പൊടിഞ്ഞു പോയി ഇളയമ്മേ. ഇത്തിരി പ്രായവ്യത്യാസമുണ്ടെങ്കിലും ഞങ്ങൾ ഒരുപോലെ ഓടിക്കളിച്ച് വളർന്നവരല്ലേ. അവളെൻ്റെ ഒരേയൊരു പൊന്നനിയത്തിയല്ലേ. അശ്വതിയുടെ മിഴികൾ പെട്ടെന്ന് നിറഞ്ഞു. നിന്റെ കരച്ചിലും കണ്ണീരും ഒന്ന് നിർത്തൂ മോളെ, പാർവതി മകളെ ശാസിച്ചു. രാജേശ്വരി കാര്യങ്ങൾ പറയട്ടെ. അശ്വതി കയ്യിലിരുന്ന ടവൽ കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു. ആ പറ രാജേശ്വരി, ഡോക്ടർ എന്തു പറഞ്ഞു? പാർവതി മുഖത്ത് അലിവും സങ്കടവും നിറച്ചു. നമ്മൾ വന്ന കാര്യം നടന്നില്ല ജ്യേഷ്ഠത്തി.
ഏ എന്തു പറ്റി? നിങ്ങൾ രണ്ടുപേരും അതിനനുവദിച്ചില്ല എന്ന് പറയണമെന്ന് തോന്നി രാജരാജേശ്വരിക്ക്. പക്ഷേ ഉള്ളിലെ അമർഷം അവർ കടിച്ചമർത്തി. എന്താന്നറിയില്ല, ഇന്ന് ആരുഷിയുടെ മനസ്സ് ശരിയല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. രാജരാജേശ്വരി പറഞ്ഞു. ഊവോ, അപ്പോൾ അൽക്കമോളെ ആരുഷി കണ്ടില്ലേ? അശ്വതി ചോദിച്ചു. അത് ഇനിയൊരു ദിവസമാകട്ടെ എന്നു പറഞ്ഞു. അതിനി എന്നാണ്? ഡോക്ടർ അറിയിക്കും. എങ്കിൽ നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നത് എന്തിനാ രാജേശ്വരി? പോയാലോ? പാർവതി തമ്പുരാട്ടി പറഞ്ഞു. പോകാം. രാജരാജേശ്വരി സമ്മതിച്ചു. വരൂ മോളെ. അശ്വതി അധീനയുടെ കൈവിരലിൽ പിടിച്ചു. അധീന അശ്വതിയുടെ അടുത്തേക്ക് ചെന്നു. മോൾ ആരുഷിയെ കണ്ടോ? അധീന സങ്കടത്തോടെ മൂളി. മോള് വേണം ഇനി അമ്മയെ രക്ഷിക്കാൻ, കേട്ടല്ലോ? അവൾ അപ്പോഴും മൂളി. എങ്കിൽ നമുക്കിനി പോകാം. അധീനയുടെ കയ്യിൽ നിന്നും പിടിവിടാതെ അശ്വതി ഹോസ്പിറ്റൽ മുറ്റത്തേക്ക് നീങ്ങി. ഒപ്പം പാർവതി തമ്പുരാട്ടിയും. വന്ന ലക്ഷ്യം പൂർത്തീകരിച്ചതിന്റെ ആഹ്ലാദത്തിലായിരുന്നു ഇരുവരും. അവർക്കു പിന്നാലെ മെല്ലെ നീങ്ങുമ്പോഴാണ് രാജരാജേശ്വരിയുടെ മൊബൈൽ ശബ്ദിച്ചത്. ഗിരിധരവർമ്മയായിരുന്നു ലൈനിൽ. രാജേശ്വരി, എന്തായി കാര്യങ്ങൾ? നമ്മുടെ മോൾ അധീനയെ കണ്ടോ? അവൾ അൽക്കയാണെന്ന് വിശ്വസിച്ചോ? ആകാംക്ഷയായിരുന്നു വർമ്മയ്ക്ക്. രാജരാജേശ്വരി നിന്നു. എന്നിട്ട് ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. നമ്മുടെ എല്ലാ ശ്രമങ്ങളും പാഴായിപ്പോയി ഗിരിയേട്ടാ. പാഴായോ? എങ്ങനെ? ജ്യേഷ്ഠത്തിയും അശ്വതിയും ഞങ്ങളുടെ കൂടെ വന്നു. പിന്നത്തെ കാര്യം പറയണോ? രാജരാജേശ്വരി നടന്നതൊക്കെ വിവരിച്ചു. നമ്മുടെ മോളുടെ മനസ്സ് തെളിഞ്ഞു വരികയായിരുന്നു. പക്ഷേ അവരത് പൂർണ്ണമായി തകർത്തു. ഗിരിധരവർമ്മ ഷോക്കേറ്റതുപോലെയായി. ഒരു നിമിഷം കഴിഞ്ഞ് അമർഷം കടിച്ചു പിടിച്ച ഒരു സ്വരം രാജരാജേശ്വരി കേട്ടു. രണ്ടിനെയും കഴുത്തു ഞെരിച്ചങ്ങ് കൊന്നാലോ രാജേശ്വരി? അതോടെ തീരില്ലേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും? രാജരാജേശ്വരി നടുങ്ങിപ്പോയി. ബെൻസുകാർ ചെമ്പൂർ കോവിലകത്തിന്റെ മുറ്റത്ത് നിന്നു. പാർവതിയും അശ്വതിയും ആദ്യമിറങ്ങി. പിന്നാലെ അധീനയും കൊണ്ട് രാജരാജേശ്വരിയും. പാർവതിയും അശ്വതിയും മുൻവരാന്ത കടന്നു ചെല്ലുമ്പോൾ എതിരെ മാളവിക വരുന്നുണ്ടായിരുന്നു. ഇരുവരെയും കണ്ട് മാളവിക ആദരവോടെ ഒതുങ്ങി. നമസ്കാരം തമ്പുരാട്ടിമാരെ. നീ ഇതെങ്ങോട്ടായിപ്പോ? പാർവതി അത്ര താല്പര്യമില്ലാതെ ചോദിച്ചു. രാജരാജേശ്വരിയുടെ PA മാത്രമല്ല, മനസാക്ഷി സൂക്ഷിപ്പുകാരി കൂടിയാണ് മാളവിക. അതുകൊണ്ട് പാർവതിക്കും അശ്വതിക്കും അവളെ അത്ര ഇഷ്ടമല്ല. മാളവികയ്ക്കും അതറിയാം. രാജരാജേശ്വരി തമ്പുരാട്ടിയെ മുഖം കാണിക്കാനുണ്ട്, ഭവ്യതയോടെ മാളവിക പറഞ്ഞു. ഓ, മുഖം കാണിക്കാനോ? എന്നാ ചെല്ല്, അശ്വതി പരിഹസിച്ചു. ഇളയമ്മ തമ്പുരാട്ടി നസ്രാണിക്കുട്ടിയെ ഇറുക്കിപ്പിടിച്ച് പുറകെ വരുന്നുണ്ട്. മാളവിക ചെല്ലുമ്പോൾ സ്റ്റെയർകേസിനടുത്ത് എത്തിയിരുന്നു രാജരാജേശ്വരിയും അധീനയും. നിന്നെ കണ്ടില്ലല്ലോന്ന് ഞാൻ ഓർത്തതേയുള്ളൂ മാളവികയെ, അവർ പറഞ്ഞു. മോളുടെ സ്കൂളിലൊന്ന് പോകേണ്ടി വന്നു തമ്പുരാട്ടി, അതാ വൈകിയത്, മാളവിക ഭവ്യതയോടെ പറഞ്ഞു. മാളവികയുടെ ഭർത്താവ് വിജയചന്ദ്രൻ കളക്ട്രേറ്റിൽ ക്ലർക്കാണ്. ഒരു പെൺകുട്ടിയേയുള്ളൂ അവർക്ക്, 3ാം ക്ലാസ്സുകാരി ആര്യ. രാജരാജേശ്വരിയുടെ അരികിൽ നിൽക്കുന്ന അധീനയുടെ മുഖത്തേക്ക് മാളവിക നോക്കി. എന്നിട്ട് രാജരാജേശ്വരിയോട് ചോദിച്ചു. മോളെയും കൊണ്ട് പോയിട്ട് എന്തായി തമ്പുരാട്ടി? ആരുഷി തമ്പുരാട്ടി മോളെ തിരിച്ചറിഞ്ഞോ? ഭാഗ്യക്കേടു തന്നെ മാളവികയെ, ഒന്നും നടന്നില്ല. എന്തു പറ്റി തമ്പുരാട്ടി? എന്തു പറയാൻ? ട്രീറ്റ്മെന്റ് മറ്റൊരു ദിവസത്തേക്ക് ഡോക്ടർ തന്നെ മാറ്റി. നടന്നത് തുറന്നു പറയാതെ രാജരാജേശ്വരി അറിയിച്ചു. മാളവികയുടെ മുഖത്തും ഒരു നിരാശ പടർന്നു. അത് പോട്ടെ. രാജരാജേശ്വരി മുഖത്തെ സങ്കടം മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. ഏൽപ്പിച്ച ജോലി മാളവിക പൂർത്തിയാക്കിയല്ലോ അല്ലേ? ഉവ്വ് തമ്പുരാട്ടി, എല്ലാം തമ്പുരാട്ടി ആവശ്യപ്പെട്ടതുപോലെ ചെയ്തിട്ടുണ്ട്. ബ്ലേഡ് പുന്നൂസിന്റെ പണം കൊടുത്ത് അയാളുമായുള്ള എല്ലാ ഇടപാടുകളും പൂർത്തിയാക്കി. തന്റെ വീട്ടിലെ കാര്യമാണ് പറയുന്നതെന്ന് മനസ്സിലായതോടെ അധീന കാതുകൂർപ്പിച്ചു. അൽക്കത്തമ്പുരാട്ടിയെ ഇതുവരെ പൊന്നുപോലെ വളർത്തിയ പാച്ചിയമ്മയുടെ പേരിൽ തന്നെ വീടും പറമ്പും എഴുതി രജിസ്റ്റർ ചെയ്തു. അധീനയുടെ കവളിൽ സ്നേഹത്തോടെ തൊട്ട് ഓമനിച്ചുകൊണ്ടാണ് മാളവിക പറഞ്ഞത്. ആ കുഞ്ഞു മുഖത്തു പ്രകാശം പരന്നു. ഇനി ബ്ലേഡ് പുന്നൂസ് വന്ന് മുത്തശ്ശിയെയും ആര്യയെയും ആമയെയും ഒന്നും ചെയ്യില്ലല്ലോ. രാജരാജേശ്വരിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അതാ മുത്തശ്ശിയുടെ പേരിൽ എഴുതിയത് ബുദ്ധിയാണോ മാളവിക? കുട്ടികളുടെ പേരിൽ എഴുതിയാൽ മതിയായിരുന്നല്ലോ. പക്ഷെ തമ്പുരാട്ടി, അവിടെയുള്ളത് തീരെ ചെറിയ 2 കുഞ്ഞുങ്ങളല്ലേ. ഇടയ്ക്ക് സ്ഥലം ഒന്ന് ക്രയവിക്രയം ചെയ്യേണ്ടി വന്നാൽ അത് ബുദ്ധിമുട്ടാവില്ലേ? എന്തിനത് ക്രയവിക്രയം ചെയ്യണം? അങ്ങനെ ഒരു അഭിപ്രായം അവിടെ ഉണ്ടായി തമ്പുരാട്ടി. ആർക്കാണ് അഭിപ്രായ വ്യത്യാസം? പാച്ചിയമ്മയ്ക്ക് ഡ്രൈവർ രമണനെ കൂടാതെ ഒരു മകൾ കൂടിയുണ്ട്, രേവതി.
തമ്പുരാട്ടി പോയി കഴിഞ്ഞപ്പോൾ അവളും ഭർത്താവും എത്തി. അവര് പ്രശ്നമുണ്ടാക്കിയതോടെ പാച്ചിയമ്മയും പറഞ്ഞു കുട്ടികളുടെ പേരിൽ എഴുതി വെക്കണ്ടെന്ന്. നാട്ടുകാരും അതേ അഭിപ്രായക്കാരായിരുന്നു തമ്പുരാട്ടി. ഒടുവിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് രാജരാജേശ്വരിക്ക് തോന്നി. രോഗം മാറി ആരുഷി കൊട്ടാരത്തിലേക്ക് വന്നാൽ അധീനയെ അവളുടെ പഴയ വീട്ടിലേക്ക് മടക്കി അയക്കേണ്ടി വരും. അപ്പോഴേക്കും ആ വീട് ക്രയവിക്രയം ചെയ്യപ്പെട്ട് അവിടെ ഇല്ലാതായാലോ? പക്ഷെ മാളവികയോട് ആ സത്യം തുറന്നു പറയാനാവില്ല. കൊട്ടാരത്തിൽ നിന്നും മാസം തോറും ആ മുത്തശ്ശിക്കും കുഞ്ഞുങ്ങൾക്കും 10,000 രൂപ കിട്ടത്തക്ക വിധം ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, മാളവിക പറഞ്ഞു. അധീന എല്ലാം ശ്രദ്ധയോടെ കേട്ടു. അവൾക്ക് ആശ്വാസം തോന്നി. മുത്തശ്ശിയും ആമിയും ഇനി കാശിനായി എങ്ങും പോകണ്ടല്ലോ. ആരുടെ മുന്നിലും അവൾക്കിനി കൈനീട്ടണ്ടല്ലോ. അധീനയ്ക്ക് പെട്ടെന്ന് തോന്നി അവരെ ഒന്ന് കാണണമെന്ന്. ആമയുടെയും ആര്യയുടെയും കൊഞ്ചിലയോടെയുള്ള വിളി കേൾക്കാൻ വല്ലാതെ കൊതി തോന്നുന്നു. ഇച്ചേച്ചി! അതേ സമയത്ത് തീവ്രമായ സങ്കടത്തോടെ ആമി ഞെരങ്ങി വിളിക്കുകയായിരുന്നു അധീനയെ. ഇച്ചേച്ചിയെ ഒന്ന് തൊടാൻ കൊതിച്ച് മുറിക്കുള്ളിലെ കട്ടിലിൽ കട്ടി കുറഞ്ഞ ഒരു പുതുപ്പിനു കീഴെ തളർന്നു കിടക്കുകയായിരുന്നു ആ കുഞ്ഞ്. അവളുടെ ദേഹം പൊള്ളുന്നുണ്ടായിരുന്നു. മുത്തശ്ശി! ആര്യ അടുക്കളയിലേക്ക് വന്നു. പാച്ചിയമ്മ അവിടെ ചുക്കുകാപ്പി ഉണ്ടാക്കുകയായിരുന്നു. എന്താ കൊച്ചേ? കാപ്പിക്കലത്തിലെ വെള്ളത്തിലേക്ക് ചുക്കും കുരുമുളകും തുളസിയിലയും പിച്ചിയിട്ടുകൊണ്ടിരുന്ന പാച്ചിയമ്മ ചോദിച്ചു. പൊന്നുകുട്ടി ഇപ്പോഴും ഇച്ചേച്ചിയെ വിളിക്കുക മുത്തശ്ശി. അവൾക്ക് ഇച്ചേച്ചിയെ കാണണമെന്ന് പറയുക. അവള് കുറെ വിളിച്ചിട്ടും പറഞ്ഞിട്ട് ഇനി എന്തുവാ കൊച്ചേ കാര്യം? അവള് പോയില്ലേ? ആര്യയുടെ മുഖത്ത് ദൈന്യം വരുന്നു. എനിക്കും തോന്നുക മുത്തശ്ശി ഇച്ചേച്ചിയെ കാണണമെന്ന്. പറയുക മാത്രമല്ല ആര്യ പൊട്ടിക്കരയുകയും ചെയ്തു. കാപ്പി ഒരു കപ്പിലേക്ക് ആറ്റിച്ച് പകരുവായിരുന്ന പാച്ചിയമ്മ മുഖം തിരിച്ചു നോക്കി. നീ എന്തിനാ പെണ്ണേ കരയുന്നേ? പാച്ചിയമ്മ അവളെ ശാസിച്ചു. ഇനി പറഞ്ഞിട്ട് എന്നാടീ കാര്യം? നിങ്ങളുടെ ഇച്ചേച്ചി ഇപ്പൊ കൊട്ടാരത്തിൽ ചെന്ന് പട്ടുമത്തേൽ കിടക്കുമായിരിക്കും. ആര്യ ഏങ്ങിക്കരഞ്ഞു. അല്ലെങ്കിലും അവളെ എന്തിനാടി നിങ്ങളിനി കാണുന്നേ? അവള് നിങ്ങളുടെ സ്വന്തം ഇച്ചേച്ചിയൊന്നും അല്ലല്ലോ. ഇച്ചേച്ചി ഞങ്ങളുടെ സ്വന്തം ഇച്ചേച്ചിയല്ലെന്ന് ആരാ പറഞ്ഞേ? ആ തമ്പ്രാട്ടി വന്നു പറഞ്ഞത് കേട്ടില്ലേ? അതെഴുതിയ കടലാസും അവര് കാണിച്ചല്ലോ. അവള് കൊട്ടാരത്തിൽ ജനിച്ച പെണ്ണാ. നിന്റെ അച്ഛനും അമ്മയ്ക്കും വട്ടുപിടിച്ചിട്ട് അവളെ എടുത്തുകൊണ്ടുവന്ന് വളർത്തിയതാ, പാച്ചിയമ്മ ഈർഷ്യയോടെ പറഞ്ഞു. ദേ ഇപ്പൊ കണ്ടില്ലേ, അവളുടെ ആൾക്കാർ വന്ന് വിളിച്ചപ്പോ പൊടിയും തട്ടി പോയത്. 10-13 വർഷം കഷ്ടപ്പെട്ടത് മിച്ചം. പാച്ചിയമ്മ ചുക്കുകാപ്പിയുമായി ആമി കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. അവർ ആമിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ഈ ചുക്കുകാപ്പി ഇത്തിരി അങ്ങ് വലിച്ചു കുടിച്ചോ മോളെ, പനി വിട്ടോളും. ആമി ആ കാപ്പിക്കപ്പിലേക്ക് നോക്കി. എന്നിട്ട് വിങ്ങിപ്പൊട്ടി ഒറ്റ കരച്ചിൽ. എനിക്ക് കാപ്പി വേണ്ട മുത്തശ്ശി, എനിക്ക് ഇച്ചേച്ചിയെ കണ്ടാ മതി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ ആരൊക്കെയോ വന്ന് ഇച്ചേച്ചിയെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. അപ്പോൾ മുതൽ വിങ്ങിപ്പൊട്ടുകയാണ് ആമിയുടെ കുഞ്ഞു ഹൃദയവും മനസ്സും. ആമി! മുത്തശ്ശിയുടെ പൊന്നുംകട്ടയല്ലേ, ഈ കാപ്പി ഇത്തിരി കുടിച്ചാട്ടെ. പാച്ചിയമ്മ വീണ്ടും കപ്പ് നീട്ടി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കരയുന്നതിനിടയിൽ ആമി ശാഠ്യത്തോടെ കാപ്പിക്കപ്പിന് ഒരു തട്ടു കൊടുത്തു. കപ്പ് തറയിൽ വീണു പൊട്ടി. കാപ്പി നിലത്തു പരന്നൊഴുകി. അത്രയ്ക്കായോ അസത്തെ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാപ്പി തട്ടിയെറിയാറായോടി നീ? ദേഷ്യമെന്ന പാച്ചിയമ്മ ആമിയുടെ കുഞ്ഞു തൊടിയിൽ ആഞ്ഞടിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ ആമി ഉറക്കെ കരഞ്ഞു. ഇച്ചേച്ചി, ഓടി വാ ഇച്ചേച്ചി, ഈ മുത്തശ്ശി എന്നെ തല്ലുവാ ഇച്ചേച്ചി. കരഞ്ഞാ നിന്റെ ഇച്ചേച്ചി വരുവോടി? മിണ്ടാതിരിക്കടി. പാച്ചിയമ്മ വീണ്ടും കയ്യോങ്ങി. മുത്തശ്ശി, പൊന്നുകുട്ടിയെ തല്ലല്ലേ മുത്തശ്ശി. കരഞ്ഞുകൊണ്ട് ആര്യ പാച്ചിയമ്മയുടെ കയ്യിൽ കയറി പിടിച്ചു. അവള് കുഞ്ഞല്ലേ മുത്തശ്ശി. കുഞ്ഞ്. തന്തേം തള്ളേം ചത്തു, ആരും നോക്കാനില്ലാണ്ട് ഈ രണ്ടും നരയിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ വയസ്സുകാലത്ത് ഞാൻ ഈ പാടുപെടുന്നേ. അപ്പോൾ രണ്ടിനും എന്നെ വിലയില്ല. കൊട്ടാരത്തിലോട്ട് പോയവളെ മതി പോലും. പാച്ചിയമ്മ അമർഷം കൊണ്ടു. പൊന്നുകുട്ടിക്ക് വയ്യാഞ്ഞിട്ടല്ലേ മുത്തശ്ശി? ആര്യയ്ക്ക് പിന്നെയും സങ്കടം വന്നു. അതിനല്ലേടി ഞാൻ ചുക്കുകാപ്പി ഉണ്ടാക്കി കൊടുത്തത്. അതവള് തട്ടിക്കളഞ്ഞില്ലേ? പൊന്നുകുട്ടിക്ക് നല്ല പനിയുണ്ട് മുത്തശ്ശി, അവളെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകണ്ടേ? ആര്യ ചോദിച്ചു. അയ്യോ, എന്നെ ആശുപത്രി കൊണ്ടുപോകണ്ടായേ, എന്നെ കുത്തിവെക്കണ്ടായേ. പൊന്നുകുട്ടി മുമ്പത്തേക്കാൾ ശക്തിയോടെ കരഞ്ഞു. പാച്ചിയമ്മ അത് നോക്കി നിന്നു. കുഞ്ഞിന് നല്ല പനിയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഡോക്ടറെ കാണിച്ചാൽ കൊള്ളായിരുന്നു, അവർ സ്വയം പറഞ്ഞു. പക്ഷേ അതിന് ഞാനിപ്പോൾ എന്നെ ചെയ്യാനാ? എൻ്റെ കാശൊന്നും ഇല്ലല്ലോ കൊച്ചേ. നമുക്ക് രേവാൻറ്റിയെ വിളിച്ചു പറയാം മുത്തശ്ശി.
ആര്യയുടെ കുഞ്ഞു മനസ്സിൽ പെട്ടെന്നൊരു വഴി തെളിഞ്ഞു. അത് ശരിയാണെന്ന് പാച്ചിയമ്മയ്ക്കും തോന്നി. നീ ആ മൊബൈലിങ്ങെടുത്തേ, ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതിൽ പൈസയില്ല മുത്തശ്ശി. നാശം, പാച്ചിയമ്മ അമർഷം കൊണ്ടു. ഇനി എന്തു ചെയ്യും? അപ്പുറത്തെ രാധച്ചേച്ചിയുടെ ഫോണിൽ നിന്ന് വിളിച്ചാലോ മുത്തശ്ശി? ആര്യ തന്നെ അതിനും വഴി കണ്ടെത്തി. ഞാനൊന്ന് നോക്കട്ടെ. പാച്ചിയമ്മ വേഗം പുറത്തിറങ്ങി അപ്പുറത്തെ വീട്ടിലേക്ക് നടന്നു. ആര്യ ബെഡിലേക്ക് കയറി ആമിയുടെ അടുത്തിരുന്നു. കരയണ്ട പൊന്നുകുട്ടി, നമുക്കേ ഡോക്ടറെ കണ്ടു മരുന്ന് മേടിക്കാം കേട്ടോ. അപ്പൊ പനിയൊക്കെ പോകും കേട്ടോ. അനിയത്തിയെ അവൾ ചേർത്തിരുത്തി തലോടി. ഏങ്ങിക്കരയുന്നതിനിടയിൽ ആര്യയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് ആമി വിങ്ങിപ്പൊട്ടി. രേവാന്റിയെ വിളിക്കണ്ട, എനിക്ക് മരുന്നും വേണ്ട, എനിക്ക് എൻ്റെ ഇച്ചേച്ചിയെ കാണണം. നമുക്ക് ഇച്ചേച്ചിയുടെ അടുത്തോട്ട് പോകാം. ആര്യയ്ക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ ഇച്ചേച്ചി എവിടാന്ന് നമുക്കറിയത്തില്ലടാ പൊന്നുകുട്ടി. പിന്നെ എങ്ങനെയാ നമ്മൾ പോകുന്നേ? അത് കേട്ടതോടെ ആമിയുടെ സങ്കടം ഇരട്ടിച്ചു. കരച്ചിലും ഉച്ചത്തിലായി. അപ്പുറത്തെ വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞിട്ട് പാച്ചിയമ്മ രാധയുടെ മൊബൈൽ വാങ്ങി രേവതിയെ വിളിച്ചു. രേവതി, നീയും സോമനും കൂടി വേഗം ഇവിടം വരെ ഒന്ന് വരണം. മകൾ ഫോണെടുത്ത പാടെ പാച്ചിയമ്മ അങ്ങോട്ട് പറഞ്ഞു. എന്തിനാമേ? എടി, ആ കുഞ്ഞു കൊച്ചിനെ വല്ലാണ്ട് പനിക്കണുണ്ട്. ഇത്തിരി ചുക്കുകാപ്പി ഉണ്ടാക്കി കൊടുക്കമ്മേ, പനി വിട്ടോളും, രേവതി പറഞ്ഞു. അത് പോരാ രേവതി, അതിന് തീരെ വയ്യ, മനപ്രയാസമാ. അതീനെ കാണാത്തതിന്റെ സങ്കടം കൊണ്ടാ പെട്ടെന്ന് പനി വന്നത്. രേവതി ഒന്നും മിണ്ടിയില്ല. അതുകൊണ്ട് പാച്ചിയമ്മ തുടർന്നു. ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ഇത്തിരി മരുന്ന് വാങ്ങിയ കുഞ്ഞിന് കൊടുക്കണം. പക്ഷെ ഞാൻ തന്നെ എന്തു ചെയ്യാനാ? എടുത്തു ചുമന്നുകൊണ്ട് നടക്കാനൊന്നും എനിക്ക് വയ്യടി. എൻ്റെ കയ്യിലാണെങ്കിൽ നയാ പൈസയില്ല. ഇത് വല്ലാത്ത നാശമായല്ലോ. രേവതിക്ക് ഈർഷ്യയായി. നീ വരുമോ ഇല്ലയോ അതു പറ. നോക്കട്ടെ. നോക്കിയാ പോരടി, വരണം. സോമനോട് നീ കാര്യമായി പറയണം. പിന്നെ പാച്ചിയമ്മ നിർത്തി. എന്താമേ? എൻ്റെയും പിള്ളേരുടെയും ചെലവിന് മാസാമാസം 10,000 രൂപ ബാങ്കിലിട്ട് തരാമെന്ന് ആ കൊട്ടാരത്തിന്ന് വന്നവര് പറഞ്ഞതല്ലേടി. അവരാ കാശിട്ട് തരും. അതും കൂടി എടുത്തോണ്ട് പോരണം. എടുത്തോണ്ട് വരാം. രേവതി പെട്ടെന്ന് കോൾ കട്ടാക്കി. എന്താ രേവു? സംഭാഷണം ശ്രദ്ധിച്ച് രേവതിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു സോമൻ. അവിടെ ആമിക്ക് പനി ഇത്തിരി കൂടുതലാണെന്നും പറഞ്ഞ് അമ്മയാ വിളിച്ചത്. നമ്മൾ ചെന്ന് അതിനെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണമെന്ന്. അത് ശരി, നിന്റെ തള്ള അവിടെ ഇരുന്നോണ്ട് എനിക്ക് പണിയുണ്ടാക്കുവാണോ? സോമൻ അരിശം വന്നു. അമ്മയ്ക്ക് വയസ്സായില്ലേ? ഒരാവശ്യം വന്നാൽ മറ്റാരോടാ പറയുക? പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ? ചെമ്പൂർ കൊട്ടാരത്തിന്ന് അമ്മയുടെയും പിള്ളേരുടെയും പേരിലിട്ട 10,000 രൂപ കൂടി ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് ചെല്ലാൻ അമ്മ പറഞ്ഞു. സോമൻ വിളറി. നീ എന്താ രേവു പറയുന്നത്? ആ പണം രാവിലെ തന്നെ ATM-ൽ നിന്ന് നമ്മൾ എടുത്തില്ലേ? എടുത്തു. പണം കൊണ്ടുപോയി നമ്മൾ ചിട്ടിക്കടച്ചില്ലേ? അടച്ചു. ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നത്. സോമന്റെ നെറ്റിയിൽ വരകളുണ്ടായി. അയാൾ പറഞ്ഞു. ഒറ്റ വഴിയേയുള്ളൂ രേവു. സോമേട്ടൻ പറയൂ. കൊട്ടാരത്തിൽ നിന്നും പണം അയച്ചിട്ടില്ല. അവരയച്ചതല്ലേ? പക്ഷെ അയച്ചില്ലെന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ അമ്മ വിശ്വസിക്കുമോ? അമ്മ എന്തായാലും ബാങ്കിൽ ചെന്ന് അന്വേഷിക്കാനൊന്നും പോകുന്നില്ല രേവു. അതില്ല. എന്നാൽ പിന്നെ നീ സമാധാനപ്പെട്. അവര് പണം ബാങ്കിൽ ഇട്ടിട്ടില്ല. ഇപ്പോഴെന്നല്ല, അടുത്ത മാസവും അവർ പണം ഇടുന്നില്ല. പിന്നത്തെ മാസവും ഇടുന്നില്ല. എല്ലാ മാസവും അമ്മയോട് നമ്മൾ അത് തന്നെ പറയുന്നു. എന്താ? സോമേട്ടൻ തന്നെ പറഞ്ഞു. അത് ഞാൻ ഏറ്റു. സോമൻ സമ്മതിച്ചു. അവർ ഇരുവരും വേഗം സ്കൂട്ടറിൽ കയറി. മകളും മരുമകനും മുറ്റത്തെത്തിയതോടെ പാച്ചിയമ്മയ്ക്ക് പകുതി ആശ്വാസമായി. എവിടെ കുഞ്ഞ്? കിടക്കുവാണോ? അത്യധിക സ്നേഹത്തോടെ രേവതി അകത്തേക്ക് വന്നു. ആമി ബെഡിൽ കിടക്കുകയാണ്. തഴുകിയും സമാധാനിപ്പിച്ചും അരികിൽ തന്നെ ആര്യയുണ്ട്. അദീനയ്ക്ക് പകരം ആര്യയാണിപ്പോൾ ആമിയുടെ അമ്മ. രേവതി ആമിയുടെ നെഞ്ചിലും നെറ്റിയിലും കൈത്തലം വെച്ച് നോക്കി. കുഞ്ഞിന് പൊള്ളുന്ന പനിയുണ്ടല്ലോ. എൻ്റെ ഈശ്വരാ. ആമി കരച്ചിലായിരുന്നു. രേവാന്റി, ഇച്ചേച്ചിയെ കാണണമെന്നും പറഞ്ഞ്. അവള് നിങ്ങളുടെ ചേച്ചി അല്ലല്ലോ, കൊട്ടാരത്തിലെ രാജകുമാരിയല്ലേ. കണ്ടില്ലേ, വേണ്ടപ്പെട്ടവര് വന്ന് വിളിച്ചപ്പോൾ അവള് പോയത്, രേവതി പറഞ്ഞു. ഞാനത് പറഞ്ഞതാടി, പക്ഷെ ഇതുങ്ങൾക്ക് മനസ്സിലാകണ്ടേ? പാച്ചിയമ്മ മുറിയിലേക്ക് വന്നു. അവളെ കാണണമെന്നും പറഞ്ഞ് നിങ്ങൾ കരയണ്ട മക്കളെ. അവൾ ഇവിടെ നിന്ന് പോയപ്പോൾ നിങ്ങളെ മറന്നു. നിങ്ങൾ ഇനി കരഞ്ഞാലും നിലവിളിച്ചാലും ഒന്നും അവള് തിരിച്ചു വരാൻ പോകുന്നില്ല. ആര്യയും ആമിയും അത് കേട്ട് വിങ്ങിപ്പൊട്ടി. അമ്മേ,
രേവതി പാച്ചിയമ്മയോട് പറഞ്ഞു. ആമിയുടെ ഒരു ഉടുപ്പിങ്ങെടുത്തേ, ഈ മുഷിഞ്ഞത് മാറ്റണം. എന്നിട്ട് ഞങ്ങൾ ഇതിനെയും കൊണ്ടുപോയി ഇത്തിരി മരുന്ന് വാങ്ങി വരാം. പാച്ചിയമ്മ ആമിയുടെ ഉടുപ്പെടുത്ത് നൽകി. കുഞ്ഞിനെ അതിടുവിച്ച് സ്കൂട്ടറിൽ കയറ്റി രേവതിയും സോമനും PH സെന്ററിലേക്ക് പോയി. അവിടെ ആമിയെ പരിശോധിപ്പിച്ച് മരുന്ന് വാങ്ങിയിട്ട് അവർ തിരിച്ചെത്തി. ഈ മരുന്നും ഗുളികയും 3 നേരവും കുഞ്ഞിന് കൊടുക്കണം. പനി ദേഹത്തുനിന്ന് വിടുന്നത് വരെ കുളിപ്പിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. പാച്ചിയമ്മയെ മരുന്നുകൾ ഏൽപ്പിച്ചിട്ട് രേവതി അറിയിച്ചു. പാച്ചിയമ്മ തല കുലുക്കി. ഇനി ഞങ്ങൾ പോകുവാമേ? മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് രേവതി പറഞ്ഞു. അല്ല രേവതി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ കൊട്ടാരംകാര് ബാങ്കിലിട്ട കാശ് കൂടി എടുത്തോണ്ട് വരാൻ? നിങ്ങൾ ബാങ്കിൽ കയറിയില്ലേ? പാച്ചിയമ്മ ചോദിച്ചു. ഞങ്ങൾ ബാങ്കിൽ കയറിയിട്ട് അമ്മേ വന്നത്, സോമൻ പറഞ്ഞു. പക്ഷേ പണം അവരിട്ടിട്ടില്ല. പണം ഇട്ടില്ലേ? ഇന്ന് രാവിലെ ഇടുമെന്നാണല്ലോ ആ പെങ്കൊച്ചു പറഞ്ഞിട്ട് പോയത്. അമ്മേ, അത്യാഗ്രഹം പാടില്ല, സോമൻ പറഞ്ഞു. 8-10 ലക്ഷം രൂപ എണ്ണിക്കൊടുത്ത് അവരീ വീടിന്റെ കടം വീട്ടി തന്നില്ലേ? അതുവാ, പാച്ചിയമ്മ സമ്മതിച്ചു. ആ പെങ്കൊച്ചിനെ 10-11 വർഷം വളർത്താൻ ആ തുകയുടെ 4/1 പോലും ചെലവായിട്ടില്ല നമുക്ക്. അതും ശരിയല്ലേ? അതെ. അപ്പോ പിന്നെ ബാക്കി തുക നമുക്ക് ലാഭമാണ്. ആ നിലയ്ക്ക് അന്നേരത്തെ ആവേശത്തിനവർ മാസാമാസം 10,000 രൂപ തന്നോളാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ. എന്നുവെച്ച് പണം തരാത്തത് എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ പറ്റുമോ? ഇല്ല, പാച്ചിയമ്മ വിഷമത്തോടെ സമ്മതിച്ചു. സോമന് തൃപ്തിയായി. അവൻ രേവതിയെ നോക്കി. എങ്ങനെയുണ്ട് എന്ന് മിഴികൾ അനക്കി ചോദിച്ചു. ഉഗ്രൻ എന്ന് അവൾ ആംഗ്യം കാട്ടി അഭിനന്ദിച്ചു. പക്ഷെ സോമ, പാച്ചിയമ്മയുടെ സ്വരത്തിൽ ദൈന്യം കലർന്നു, അവര് പണം തന്നില്ലെങ്കിൽ ഞാനും ഈ പിള്ളേരും കഞ്ഞി കുടിക്കുന്നത് എങ്ങനെയാ മോനെ? അക്കാര്യത്തിൽ അമ്മ ഒട്ടും വിഷമിക്കണ്ട, സോമൻ പറഞ്ഞു. 3 നേരം നിങ്ങൾക്ക് കഴിയാനുള്ള അരിയും സാധനങ്ങളും ഞാൻ ഇവിടെ എത്തിക്കും, പോരെ? മതി. പാച്ചിയമ്മയ്ക്ക് സമാധാനമായി. വിശക്കാതെ കഴിഞ്ഞുകൂടാമല്ലോ. യാത്ര പറഞ്ഞ് സ്കൂട്ടറിൽ മടങ്ങുമ്പോൾ സോമൻ ആഹ്ലാദത്തോടെ രേവതിയോട് പറഞ്ഞു. എന്റെ അടുത്ത ലക്ഷ്യം ആ വീടാണ്. വീടോ? രേവതിക്ക് മനസ്സിലായില്ല. എടീ, ആ വീട് പിള്ളേരുടെ പേരിലാക്കാതെ നിർബന്ധിച്ച് ഞാൻ അമ്മയുടെ പേരിൽ എഴുതിപ്പിച്ചത് എന്തിനാ? എന്തിനാ? ഉടനെ വിൽക്കാൻ. സോമൻ ചിരിച്ചു. 10-20 ലക്ഷം രൂപ ചുമ്മാ നമ്മുടെ കയ്യിലോട്ട് വരും. എന്താ വേണ്ടേ? രേവതിക്ക് ഒട്ടും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു, വേണം. സോമന് തോന്നി ഒന്ന് ഉറക്കെ ചിരിക്കണമെന്ന്. എനിക്ക് പഠിക്കണം. കൊട്ടാരത്തിന് മുമ്പിലുള്ള വിശാലമായ ഉദ്യാനത്തിലെ ഊഞ്ഞാൽ സെറ്റിയിലിരിക്കുമ്പോഴാണ് രാജരാജേശ്വരി തമ്പുരാട്ടി പിന്നിൽ നിന്ന് ആ ശബ്ദം കേട്ടത്. വരിയൊത്ത് വെട്ടി നിർത്തിയ ചെടികളിൽ നിന്നും സൗരഭ്യമുള്ള പൂക്കളിൽ നിന്നും മിഴികൾ പിൻവലിച്ച് തമ്പുരാട്ടി തിരിഞ്ഞു നോക്കി. പിന്നിൽ അധീന. എന്താ നീ പറഞ്ഞത്? ഞാൻ ക്ലാസ്സിൽ പോയിട്ട് കുറേ ദിവസമായില്ലേ. മന്ത്ലി ടെസ്റ്റൊക്കെ ഉള്ളതാ. എനിക്ക് പഠിക്കണം, സ്കൂളിൽ പോകണം. പരിഭ്രമിച്ചാണെങ്കിലും അവൾ പറഞ്ഞു. അവളുടെ വാക്കുകളിൽ നഷ്ടബോധമുണ്ടായിരുന്നു. കണ്ണുകളിൽ നനവുണ്ടായിരുന്നു. രാജരാജേശ്വരി സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് സ്തബ്ധയായി നിന്നു. ഇതുവരെ താൻ ആലോചിക്കാത്ത വിഷയമാണിത്. അത് അത്ര നിസ്സാരവുമല്ല. ഒരു കുട്ടിയുടെ പഠിത്തം ഏത് കാരണത്താൽ മുടക്കിയാലും അത് കുറ്റകരമാണ്. നീ നിന്റെ നാട്ടിലെ സ്കൂളിൽ പോകുന്ന കാര്യമാണോ മോളെ പറയുന്നത്? അതെ. പക്ഷെ ആ സ്കൂൾ വളരെ ദൂരത്തല്ലേ? അദീനയുടെ മുഖത്ത് നിരാശ നിറഞ്ഞു. ഞാൻ പിന്നെ എങ്ങനാ മുത്തശ്ശി പഠിക്കുന്നത്? എനിക്ക് പഠിക്കണം. അദീനയുടെ സ്വരം തെല്ലി ചിലമ്പിച്ചു. രാജരാജേശ്വരി അത് ശ്രദ്ധിച്ചു. ഇത് പ്രശ്നം തന്നെയാകുമെന്ന് അവർക്ക് മനസ്സിലായി. മോള് വിഷമിക്കാതെ, അവർ നയത്തിൽ പറഞ്ഞു. പഠനം തുടരാൻ എന്താ വഴിയുള്ളതെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇപ്പോൾ മനസമാധാനമായിട്ട് പൊയ്ക്കൊള്ളൂ. ശരി മുത്തശ്ശി. നേർത്ത പുഞ്ചിരിയോടെ അദീന തിരിഞ്ഞു നടക്കുമ്പോൾ ആട്ടം നിന്നിരുന്ന ഊഞ്ഞാൽ സെറ്റിയിലേക്ക് രാജരാജേശ്വരി വീണ്ടും ഇരുന്നു. ഊഞ്ഞാൽ സെറ്റി മെല്ലെ ആടി തുടങ്ങി. അവരുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. രാത്രി ചെമ്പൂ സിൽക്സിൽ നിന്നും ഗിരിധരവർമ്മ തമ്പുരാൻ എത്തുമ്പോൾ 9 മണി കഴിഞ്ഞു. രാത്രി ഭക്ഷണമായ ചപ്പാത്തി കഴിച്ചിട്ട് പതിവ് പോലെ അദ്ദേഹം ബാൽക്കണിയിൽ ഉലാത്താൻ പോയി. പിന്നാലെ രാജരാജേശ്വരി അവിടേക്ക് ചെന്നു. വെളിയിൽ നിന്ന് തണുപ്പ് കലർന്ന ഇളം കാറ്റ് വീശിക്കൊണ്ടിരുന്നു. നല്ല കുളിർമയുണ്ട് അല്ലേ രാജേശ്വരി? തമ്പുരാട്ടിയെ കണ്ട് നേർത്ത ചിരിയോടെ ഗിരിധരവർമ്മ ചോദിച്ചു. ഉവ്വ്, രാജരാജേശ്വരി സമ്മതിച്ചു. ഇളങ്കാറ്റിൽ അവരുടെ സാരിത്തുമ്പ് പാറി. എന്താ രാജേശ്വരി, തനിക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. ഭാര്യയെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് ഗിരിധരവർമ്മ പറഞ്ഞു. പറയാനുണ്ട് ഗിരിയേട്ടാ.
അധീന നമുക്ക് വലിയൊരു പ്രോബ്ലം തന്നെയാണ്. എന്താ രാജേശ്വരി നീ പറയുന്നത്? അധീന എന്തു പ്രശ്നമുണ്ടാക്കി? അവൾക്ക് അവളുടെ സ്കൂളിൽ പോകണമെന്ന്, പഠിത്തം തുടരണമെന്ന്. ഏയ്, അതെങ്ങനെ നടക്കും? വർമ്മ അസ്വസ്ഥനായി. അത് തന്നെയാ ഞാനും പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. എന്താ? പഠിക്കാൻ അവൾക്ക് അവകാശമുണ്ട്. അത് മുടക്കിയാൽ നമ്മൾ പുലിവാല് പിടിക്കും. അവൾ പരാതിപ്പെട്ടാൽ നമ്മൾ അകത്താകും. അവൾ അങ്ങനെ പറഞ്ഞോ? ഗിരിധരവർമ്മയുടെ സ്വരം കടുത്തു. അവൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങേയറ്റം വരെ ചിന്തിച്ചെന്നേയുള്ളൂ. കഥ നാളെ തുടരും.